Welcome back to our YouTube channel, Starry Sisters. Starry Sisters. നമ്മൾ എന്നും അപ്പം കാണുന്നത് ഒരു കുക്കിംഗ്, കുറച്ച് യൂട്യൂബിന്റെ ടിപ്സ് അതൊക്കെ അല്ലായിരുന്നോ? ഇന്നൊരു വെറൈറ്റിയാണ്. ഇന്ന് ഞങ്ങളുടെ റീൽ എടുക്കുന്ന ഡേ ആണ്. അപ്പം 3 മണി, ഒരു രാത്രി 3 അല്ലെങ്കിൽ 2 മണി 12 ആ ഒരു ടൈം വരെ ഒറ്റ സ്ട്രെച്ചിന് നിന്ന് പല പല റീൽസ്, പല പല ഡ്രസ്സൊക്കെ മാറി എടുക്കും. അപ്പം അതാണ് ഇന്ന് നമ്മൾ. അപ്പം നമുക്ക് അതിലൊരു ഗെറ്റ് റെഡി ആണ് ഞങ്ങളുടെ എല്ലാവരുടെയും. അതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇനി കാണാം. അപ്പൊ ആദ്യം നമ്മള് കൺഫ്യൂഷൻ തീർക്കണമേ എന്ന ആ ഒരു പാട്ടിന്റെ ഡാൻസ് ആണ്. അപ്പൊ അതിന് ഞങ്ങൾ എല്ലാവരും സാരി, പപ്പ മറ്റേ വൈറ്റ് ഡ്രസ്സും. അപ്പൊ നമുക്ക് ഒരുങ്ങാം. അപ്പം ഗെറ്റ് റെഡി ഫോർ എ റീൽ. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്റ്റാറി സിസ്റ്റേഴ്സ്. ഇപ്പൊ 3 സാരി ഇട്ട് 3 പേരും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സൺസ്ക്രീം ഇടണം, ലിപ്സ്റ്റിക്ക് മമ്മിക്ക് ഇട്ട് കൊടുക്കണം. ലിപ്സ്റ്റിക്ക് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. മമ്മിക്ക് ലിപ്സ്റ്റിക്ക് വളരെ ഇതാണ് ഈ ഇരിക്കുന്നത് ഇത് വലിയത് കഴിഞ്ഞ പ്രാവശ്യത്തോ ഇരിക്കുന്നത് വലുത് കഴിഞ്ഞ പ്രാവശ്യത്തെ സെക്കൻഡ്. ഇനി നമുക്ക് കമ്മലിടണം. ഈ 2 മിനിറ്റാവും ഇടാൻ പറ്റും. അത്ര കൈകാലം അപ്പൊ നമുക്ക് പൊട്ട് വെക്കാം. പൊട്ടിത് കൊള്ളാൻ കൂടി അത് മറ്റേ ദിവസം നോക്കി. അപ്പം ഞങ്ങൾക്ക് പിന്നെ കാര്യം ഇടുമ്പോൾ അതേ ടൈപ്പ് ഇടണമെന്ന് ഓട്ടോമാറ്റിക്കലി അടുത്ത ആളുടെ മനസ്സിൽ തോന്നും. അപ്പോൾ അവളൊരു കാര്യം ഇടുവാണെങ്കിൽ എനിക്കും അത് കണക്കിട്ടാലോ. അപ്പോൾ ഒരേപോലെ ഇടുന്നതാണ് ഭയങ്കര ഇഷ്ടം. ഫാൻ ഉണ്ടായിട്ട് കേൾക്കാൻ പറ്റുന്നില്ലായിരിക്കും. ഞാൻ ഈ കമ്മലിടാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇങ്ങനെ അവരൊരുങ്ങാൻ പോയ സമയം കൊണ്ട് ഞാൻ ചുമ്മാ ഒരുങ്ങി കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇങ്ങനെ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. എങ്ങനെയുണ്ടെന്നും മുടിയൊക്കെ ഒന്ന് ചീപ്പി ഇങ്ങനെയൊക്കെ നിന്ന് ഓരോന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചുമ്മാ നിന്ന് ഓരോ കോപ്രായങ്ങൾ പിന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ നിൽക്കുന്നു, അങ്ങനെ നിൽക്കുന്നു, ചുമ്മാ ഒരു രസം. വളയിടാൻ പോകരുത്. മമ്മി തന്നെ കിട്ടും. ഞാൻ അയച്ചു കൊടുക്കുവാണ്. സുന്ദരി മോളായിട്ടുണ്ട്. വലിയ പൊട്ടം തേടി അതോടല്ലേ ഭയങ്കര പാട്. ചേച്ചി വലിയ മുറ്റന്റെ അമ്മയ്ക്ക്
അമ്മയ്ക്ക് വലിയ പൊട്ടിട്ട് കൊടുക്കാം. സുന്ദരി. ഇനി ലിപ്സ്റ്റിക് ഇടണം അമ്മയ്ക്ക്. സുന്ദരി സുന്ദരി. ചെറിയ ചുണ്ടാണേ, അപ്പൊ നമുക്ക് വളരെ കമ്മലില്ലാതെ വിഷമിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ എൻ്റെ കമ്മൽ സെലക്ട് ചെയ്യുന്നുണ്ട്. ഏത് കമ്മലാണ് അതിനോട് ചേരുന്നതെന്നൊക്കെ നമ്മൾ മുൻഗണനയൊക്കെ നോക്കി മമ്മി ലിപ്സ്റ്റിക്കിൻ്റെ പരിപാടിയായിട്ട് തകൃതിയായിട്ട് നടക്കും. അപ്പം മമ്മി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ടാണ് സുന്ദരിയായി. പക്ഷെ മമ്മിക്കൊരു പ്രത്യേക സൗന്ദര്യം. എന്നെ പറ്റി എന്തൊക്കെയോ ഉണ്ട് സുന്ദരി ചേച്ചി പറയാം. ഞാൻ അത് ഇവളോടെ വന്നിട്ട് എന്തോ മോളെ വേണ്ട കമ്മൽ പറ്റണോ? കഴിഞ്ഞ പ്രാവശ്യം ഇട്ടത് കമ്മലേതല്ല. ചുണ്ടിണ്ടാരും പേടിക്കരുത്, ഒരു കുരു വന്നതാണ്. അപ്പം ഞങ്ങൾ പോകുന്നത് ഏകദേശം റേഡിൽ നമുക്ക് താഴോട്ട് പോയി നോക്കാം. നമ്മുടെ മെയിൻ കഥാപാത്രം പപ്പ റെഡിയായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ ഫോണിൽ ഇങ്ങനെ ഓരോ സെറ്റിങ്സ് ഒക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. ലൈറ്റൊക്കെ ഒന്ന് നോക്കി. അതിനുശേഷം ഞങ്ങൾ കണ്ണാടിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഇനി അങ്ങോട്ട് ഡാൻസ് പരിപാടിയിലോട്ട് തുടങ്ങാം. എല്ലാരും റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് എന്താ കൺഫ്യൂഷൻ തീർക്കണമേ. ആ ഡാൻസിന് വേണ്ടി എല്ലാരും റെഡി ആയിട്ടുണ്ട്. മെയിൻ ആളെ ഒന്ന് കാണാം, രണ്ടുപേരും നിന്നോളൂ. അപ്പോ ഇനി ബാക്കി തങ്കവസ്ത്ര കുറിയിട്ട തമ്പുരാട്ടി ചെയ്യാണ്. ഇതിനെ രണ്ടുപേരെയും വെച്ച് പപ്പയും മമ്മയും വെച്ചിട്ട് തങ്കവസ്ത്ര കുറിയിട്ട തമ്പുരാട്ടി കുറി എന്ത് ചെയ്യും? ഞാൻ അങ്ങോട്ട് മുടി കിട്ടുന്നത്. ആ ഒരു പിന്നി ഞാൻ കിട്ടിയത്. കയ്യിലൊരു ഇല പോലെ എന്തെങ്കിലും കിട്ടാം. റിബണോ ക്ലിപ്പോ തരുമോ ആരെങ്കിലും? തൊട്ട് കുറെ വാഴയിലുണ്ട് സാർ. നമുക്ക് രണ്ട് പൂ
കാണണം അവിടെ. പാത്രം നമുക്ക് എല്ലാരും തുടങ്ങിയോ? ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അടുത്ത റീലിലുള്ള റിഹേഴ്സലാണ്. തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കും ഇവിടെ. നെക്സ്റ്റ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇൻ അരിഗർ നഗറിൽ, അതല്ലേ, ഇൻ അരിഗർ നഗറില് കോമഡി സീനാണ്. അപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടിയെ അതിശക്തമായി നോക്കുന്ന ആ സീൻ. പോരാളികളെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ഒരുങ്ങി കഴിഞ്ഞു. ഞാനിതിൽ അശോകൻ കാര്യത്തിന്റെ പേര് മറന്നുപോയി. അമ്മയായിട്ട് ഞാൻ തന്നെ എഴുതണം. ഇവിടെ മുകേഷ്, ഞാനാരാ അശോകന്റെ ക്യാരക്ടർ. ഞങ്ങൾ എന്നിട്ട് തകർത്ത ഓരോ സീൻസും കാര്യങ്ങളും അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അഭിനയിക്കുകയും അതിൻ്റെ ഇടയിൽ അതാ സിനിമയിലാണ് യോഗാസനം അങ്ങ് ചെയ്യുമായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ നല്ല രസമാണ് 4 പേരുമായിട്ടിരുന്ന് ചെയ്യാൻ. സത്യം പറഞ്ഞാൽ സമയം പോകുന്നേ അറിയത്തില്ല, അത്രയ്ക്കുണ്ട് ഓരോ ടേക്ക് എടുക്കലും പിന്നെ ഓരോരുത്തരെ ട്രോളിയുള്ള ചിരിയും. നിക്ക് മെയിൻ ക്യാരക്ടർ വേറൊരാളുണ്ടേ, നമ്മുടെ അമ്മ. അപ്പൊ അമ്മയുടെ അഭിനയമായിരുന്നു ആ കണ്ടത്. അപ്പൊ അമ്മയുടെ അഭിനയൊക്കെ സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അടുത്ത കഥാനായിക വരുന്നുണ്ട്. അയലത്തെ വീട്ടിലെ സുന്ദരിയായ പെൺകുട്ടിയായിട്ട് അഭിനയിക്കാൻ പറഞ്ഞപ്പം ജീവിക്കുകയായിരുന്നു കഥാനായിക. ഷോള് ആദരിക്കുകയാണ് ഈ വർഷത്തെ മികച്ച നടിക്കുള്ള ഞങ്ങൾ സത്യം പറഞ്ഞ ഈ ഒരു രംഗം മുന്നേ എടുത്തതാണ്, പക്ഷെ അത് സേവ് ആയില്ല. അതുകൊണ്ടാണ് വീണ്ടും ഇന്ന് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഭദ്രകാളി. പിന്നെ ഇവിടെ ബാക്ക് ടു 90s ആയിരുന്നു കേട്ടോ. പപ്പയും മമ്മിയും പഴയ നടിയും നടനുമായിട്ട് അഭിനയിക്കുകയായിരുന്നു. സോറി, അഭിനയിക്കല്ല, അവരങ്ങ് ജീവിക്കുകയായിരുന്നു. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി എന്നുള്ള ആ ഒരു സോങ് ആയിരുന്നു ഞങ്ങൾ ഇവരെയും കൊണ്ട് റീക്രിയേറ്റ് ചെയ്തത് ഇവിടെ. പപ്പയ്ക്ക് ആദ്യം ഇട്ട ഷർട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് പിന്നെ പപ്പ ഷർട്ടൊക്കെ മാറി വേറൊരു ഷർട്ടും കൂടെ ഇട്ട് ഇപ്പോൾ ഒരു മാച്ചിങ് അവരുണ്ട്. പക്ഷെ എന്ത് കാര്യം, രണ്ടും ബാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയാണല്ലോ.
പിന്നെ അതിന് ശേഷം അവർ ആ ചെയ്തിരുന്ന റീലെല്ലാം ഇങ്ങനെ നോക്കുകയാണ്, അവർക്കത് ഇഷ്ടപ്പെട്ടോ, എന്തെങ്കിലും മാറ്റണോ, അങ്ങനെയുള്ളൊരു സീൻസാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മമ്മിക്ക് കണ്ടിട്ട് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മമ്മി ചിരിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞപ്പോൾ അവരുമായിട്ട് കാലിന് ചെല്ലാട് മിക്കുക എന്നുള്ള അടുത്ത റിക്രിയേഷൻ ആയിരുന്നു. ചാത്തുപടിന് തികയുന്ന സീൻസ് ആണ് ഇവിടെ കാണുന്നത്. ഈ റീല് പിന്നെ ഞങ്ങളുടെ ഫസ്റ്റ് റീലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിവിടെ ആഡ് ചെയ്തതേ ഉള്ളൂ. പൊട്ട തെറ്റ് പറഞ്ഞ് ഞാൻ ചിരിക്കുമായിരുന്നു ആദ്യത്തെ ഒരു സെക്കൻഡ് സീൻ. ഞങ്ങളുടെ ആദ്യത്തെ ഡാൻസ് ഇതായിരുന്നു കേട്ടോ. ഈ വീഡിയോ ഞങ്ങൾ ഇതുവരെ ഇട്ടിട്ടില്ല, വഴി അത് ഇടുന്നതായിരിക്കും. ആ രണ്ടെണ്ണം കൂടെ ഇതിൽ ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ്, ഞങ്ങൾ അടുത്ത റീൽസ് ചെയ്യാൻ വേണ്ടി റെഡിയാവുകയാണ്. കുറേ റീൽസ് ചെയ്യുന്നൊരു വഴിയായി, അതുകൊണ്ട് കഴിച്ചിട്ട് ഇനി ബാക്കി റീൽസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പിന്നെ കഴിക്കുവാണ്. അതിനുശേഷം ഈ റീൽ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിനുശേഷം ചെറിയൊരു സ്കിറ്റ് പോലത്തെ ഒരു സാധനം അവതരിപ്പിച്ച് അത് ഞങ്ങൾ ഇട്ടിട്ടില്ല. ഇതെല്ലാം ഞങ്ങളിങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കെട്ട് കണക്കിനായിട്ട് കിടക്കുകയാണ്. ഇതിൽ ചിലത് ഏതെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബാക്കിയൊക്കെ ഇനി ഡേ ബൈ ഡേ ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഇപ്പം പപ്പയും മമ്മിയും റെഡിയാവാൻ പോയേക്കുവാണ്. ആ സമയം കൊണ്ട് ഞാനും ഇവിടെ കൂടെ ഞങ്ങളുടെ ഡയലോഗ്സ് ഒക്കെ പഠിക്കുകയാണ്, എങ്ങനെ അത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള രീതിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ മമ്മിയും പപ്പയും ഇതായി കഴിഞ്ഞു. അങ്ങനെ പിന്നെ ഈ കാണുന്നത് കുറച്ച് സ്കെറ്റിനാനൊരു പോർഷൻസ് ആണ്. അപ്പോൾ ഷെയർ ഇങ്ങനെ ഓരോന്നും അവർക്കിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഞാനാണെങ്കിൽ കുറേ ഇരുന്ന് ക്യാമറയും കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇതിലുമായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ഓരോന്ന് ഡയലോഗ്സും കാര്യങ്ങളും ഒക്കെ പഠിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പം വേറൊരു റീലും കൂടെ നമുക്ക് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതിൽ പപ്പ ഒരു ചായക്കടക്കാരനായിട്ടായിരുന്നു കേട്ടോ. അതിൻ്റെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ സിനിമ ഏതാണെന്ന് ചിലപ്പോൾ ചിലവർക്ക് മനസ്സിലായി കാണുമായിരിക്കും ഈ ഒരു കോസ്റ്റ്യൂമൊക്കെ കാണുമ്പം. എന്തായാലും വഴിയെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞങ്ങൾ എടുത്ത് കുറച്ചത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ചൊക്കെ ഉണ്ട്, പക്ഷെ കുറേ അധികം ആയാൽ നിങ്ങൾക്കും ഇതിന് ബോറാവുമല്ലോ. അപ്പം ശരി, ഇനി മറ്റൊരു റീലിൽ വീണ്ടും കാണാം. ബൈ. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.